അതുകൊണ്ട് ഒരു മലയോര ജില്ല വേണം. ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ, മങ്കട, മഞ്ചേരി ഈ 7 ജില്ലകൾ 7 നിയോജക മണ്ഡലങ്ങൾ ചേർത്തുകൊണ്ട് ഞങ്ങൾക്കൊരു മലയോര ജില്ല രൂപീകരിക്കണം. പിണറായിയെ താഴെ ഇറക്കണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ 63 നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം 22ഓളം മണ്ഡലങ്ങൾ 7000-നും 10,000-നും ഇടക്കാണ് CPM കഴിഞ്ഞ 3 ടേമായി വിജയിച്ച് നിൽക്കുകയാണ്. അത് സുന്ദരമായിട്ട് പരാജയപ്പെടുത്താൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത് ആളുകളെ ബോധവൽക്കരിച്ചാൽ 103 കർഷക സംഘടനകളുണ്ട്. ആ 103 കർഷക സംഘടനകളെയും കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ട് 5 തവണ ഇടുക്കി പോയിട്ട് ഞാൻ ഈ സമ്മേളനത്തിന്. ഇതൊന്നും ഉപയോഗപ്പെടുത്തേണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിവൃത്തിയൊന്നുമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകും. അതിൽ വേറൊരു മാർഗ്ഗം ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല. അപ്പം ഒരു കൃത്യമായ ധാരണ വേണം. ഞാൻ ഈ വിഷയത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, UDF ഏറ്റെടുക്കേണ്ട ചില സംഗതികൾ, അത് പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. ഒന്നിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രി ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം. രണ്ടാമത്തെ വിഷയം ഈ വന്യജീവി വിഷയം തന്നെയാണ്. 3000 കോടി രൂപയുണ്ടെങ്കിൽ ഈ പ്രശ്നം തീർക്കാൻ പറ്റും. ജനങ്ങളെയും മൃഗങ്ങളെയും മലയോരം വേർതിരിക്കാൻ കഴിയും. 1000 കിലോമീറ്റർ ഫെൻസിങ് വേണം. 1 കിലോമീറ്ററിന് 3 കോടിയാകും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ചെയ്യാൻ. ഒരു പുലിയും ഒരു കടുവയും ഒരു ഈച്ചയും ആ കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല. ലോകത്തെ ഡെവലപ്ഡ് കൺട്രീസിൽ അമേരിക്ക ആയാലും കാനഡ ആയാലും ഏറ്റവും കൂടുതൽ കങ്കാരുള്ള ഓസ്ട്രേലിയയിലൊക്കെ ചെയ്ത് വിജയിച്ച ഒരു ഫെൻസിങ് സിസ്റ്റമാണിത്. അതിന് പണം മുടക്കണം. ഇവിടെ 1 കിലോമീറ്റർ സോളാർ വേലിയിടാൻ 1.5 ലക്ഷം മുടക്കണത്. നോക്കിയാൽ കാണാത്ത കമ്പിയാണ് കെട്ടുന്നത്. അതിന് പകരം ഒരു 3000 കോടി രൂപ ഈ വിഷയത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ 1ാം ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ഈ പ്രശ്നം തീർത്തു കൊടുക്കുമെന്ന് അവർ പ്രകടന പത്രികയിൽ കൃത്യമായി പറയണം. അതാണ് ഞങ്ങൾക്കുള്ള ഒരു ഡിമാൻഡ്. പിന്നെ മരണം 10 ലക്ഷം ഇപ്പോൾ കൊടുക്കുന്നത്, ഏറ്റവും മിനിമം 50 ലക്ഷമാക്കി അത് ഉയർത്തണം. പരിക്ക് പറ്റിയവർക്ക് 2 ലക്ഷം 50,000 കൊടുക്കുന്നത്, അതിനെ കൊടുക്കുന്നില്ല. അത് പരിക്ക് പറ്റിയത് 10 ലക്ഷമായി ഉയർത്തണം. അതുപോലെ കൃഷിനാശം 5 പൈസ, അതായത് ഒരു വാഴ ഒരു 250 രൂപ 300 രൂപയാണ് ഒരു നീന്ത്ര വാഴ നനച്ചുണ്ടാക്കാനുള്ള ചിലവ്. അത് പോയാൽ 50 രൂപ കൊടുക്കുന്നത്. അത് 10 ഇരട്ടിയെങ്കിലും വർദ്ധിപ്പിക്കണം. കാർഷിക വിളനാശം മൃഗങ്ങൾ ഉണ്ടാക്കുന്നതിന് 10 ഇരട്ടിയെങ്കിലും വർദ്ധിക്കണം. ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. UDFന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യങ്ങളും ഒരു ഡിമാൻഡ് നമ്മൾ മുന്നിൽ വെക്കുന്നില്ല. അതുപോലെ തന്നെ കടലോരം CRZ മേഖലയിൽ നിരവധിയായ വിഷയങ്ങളുണ്ട്. കേരളത്തിൽ നമുക്ക് 570 കിലോമീറ്റർ കടലോരാണ്. ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളാണ് ജീവിക്കുന്നത്. CRZ കോസ്റ്റൽ റെഗുലൈസേഷൻ സോൺ നിയമങ്ങൾ മനുഷ്യനെ അങ്ങേയറ്റം പ്രയാസത്തിലാക്കുന്നുണ്ട്. ലോകത്തെവിടെയില്ല. ലോകത്തെ ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ കടലിലാണ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ദുബായി പോയാലും അമേരിക്ക പോയാലും കടൽ തൂർത്ത് ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് കടൽക്കരയിൽ പോലും, പ്രത്യേകിച്ച് കേരളത്തിൽ, അവിടെ ഒരു 5 സെന്റിൽ ഒരു വീട് വെക്കാൻ പോലും പറ്റില്ല. ലോകത്ത് എവിടെ ഇല്ലാത്ത നിയമങ്ങളാണ്, ഒരു സ്ഥലത്തുമില്ലാത്ത. ആ നിയമങ്ങളിലെ ഭേദഗതി വേണം. അതിന് നിലപാട് സ്വീകരിക്കണം. പിന്നെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം മലപ്പുറം ജില്ല നേരിടുന്ന പ്രശ്നമാണ്. മലപ്പുറം കോഴിക്കോട് ജില്ല, ഇവിടെ ഏകദേശം 60 ലക്ഷം ജനങ്ങളുണ്ട്. 16 നിയോജക മണ്ഡലമുണ്ട്. തൊട്ടടുത്ത വയനാട് 12 ലക്ഷം ജനങ്ങളാണുള്ളത്, അതൊരു ജില്ലയാണ്. പത്തനംതിട്ട 15 ലക്ഷം 16 ലക്ഷം അതൊരു ജില്ലയാണ്. ഇടുക്കി ഇതേപോലെ 17 ലക്ഷം. ഇവിടെയൊക്കെ ഒരു കലക്ടറേ ഉള്ളൂ. നമ്മൾക്കും ഈ 16 ലക്ഷം 40 60 ലക്ഷം ആളുകൾക്കും ഒരു കലക്ടറാണ്, ഒരു മെഡിക്കൽ കോളേജാണ്, ഒരു ഗവൺമെൻറ് അതിന് ആനുപാതികമായിട്ടുള്ള ജില്ലക്ക് ആനുപാതികമായിട്ടുള്ള കെട്ടിടങ്ങളും സ്കൂളുകളുമാണ് കിട്ടുന്നത്, ആശുപത്രികൾ. ഒരു നീതിയില്ല. കേന്ദ്രത്തിൻ്റെ എല്ലാ ഫണ്ടും ജില്ലാടിസ്ഥാനത്തിലാണ്. അപ്പം 10-11 ലക്ഷമുള്ള വയനാട്ടുകാർക്ക് കിട്ടുന്നതും ഒരേ ഫണ്ട്, 60 ലക്ഷമുള്ള മലപ്പുറത്തെ മലയോര ജനങ്ങൾക്കും കിട്ടുന്നത് ഒരേ ഫണ്ട്. ഇവിടെ സ്കൂളിൽ സീറ്റില്ല. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾ എങ്ങോട്ട് പോകണമെന്നറിയില്ല. തിരുവനന്തപുരത്ത് 12 കുട്ടികൾ ഒരു ക്ലാസ് പഠിക്കുമ്പോൾ +1-ൽ ഇവിടെ 90 കുട്ടികൾ അട്ടിക്കിട്ടിട്ട് മൈക്ക് വെച്ചിട്ട് ക്ലാസ് എടുക്കുക. ഇത് അങ്ങേയറ്റത്തെ അനീതിയാണ്. അതുകൊണ്ട് ഒരു മലയോര ജില്ല വേണം. ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ, മങ്കട,
മഞ്ചേരി, ഈ 7 ജില്ലകൾ 7 നിയോജക മണ്ഡലങ്ങൾ ചേർത്തുകൊണ്ട് ഞങ്ങൾക്കൊരു മലയോര ജില്ല രൂപീകരിക്കണം. തീരുമാനമെടുക്കാം. UDF എന്താ തീരുമാനമെടുക്കാൻ പ്രയാസം? നീതി വേണ്ട ഈ മനുഷ്യർക്കും. ഇതിൽ ഭൂരിഭാഗം വരുന്നതും ഈ പറയുന്ന എന്താ പറയുക മലയോര മേഖലയാണ്. ഈ 7 മണ്ഡലത്തിൽ 5 വരുന്നത് ഈ വന്യമൃഗ പ്രശ്നങ്ങളും മറ്റുള്ള ഈ മലയോര മേഖലയാണ്. ഇവിടെ ഒരു ജില്ല രൂപീകരിക്കാനുള്ള ഒരു തീരുമാനം UDF നേതൃത്വം എടുക്കണം. ഞങ്ങൾ TMCയുടെ ഡിമാൻഡ് വെക്കുകയാണ്.